കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. നേർരേഖ ക്രൂ എന്നുള്ളത് തലശ്ശേരിക്കടുത്ത കുളശ്ശേരി കാവുംഭാഗത്താണ്. പാർവതിപുരം എന്ന 100 വർഷം പഴക്കമുള്ള ഒരു വീടിൻ്റെ വരാന്തയിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളുടെ ടീം ഇന്നിവിടെ എത്തിയത് നമ്മുടെ സമാന്തര കലാലയങ്ങളുടെ ഒരു ഓർമ്മകളിലൂടെ സഞ്ചരിക്കാനാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഒരു 4 പതിറ്റാണ്ട് മുമ്പ് കേരളത്തിൽ ഇത്രയധികം കോളേജുകൾ, എയ്ഡഡ് അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൽ കോളേജുകൾ ഇല്ലാതിരുന്ന ഒരു കാലത്ത് പ്രൗഢിയോടെ പ്രവർത്തിച്ച 100 കണക്കിന് സമാന്തര കലാലയങ്ങളുണ്ട്. അതിലേറ്റവും പഴക്കമുള്ള മഹാത്മാ കോളേജിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാമെന്നാണ് നേർരേഖ കരുതുന്നത്. അതിനൊരു കാരണമുണ്ട്. ഈ 4 പതിറ്റാണ്ട് മുമ്പ് 78-ൽ മഹാത്മാ കോളേജ് തുടങ്ങി. പിന്നെ ഇങ്ങോട്ടൊരു വലിയ കാലഘട്ടം ഈ പറയുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സൗകര്യമൊരുക്കിയ ഒരു പ്രസ്ഥാനമാണ് മഹാത്മാ കോളേജ്. ഏതാണ്ട് 1 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ അവിടുന്ന് പഠനം കഴിഞ്ഞു പോയി. അതിനൊരു വലിയ ചരിത്ര പശ്ചാത്തലമുണ്ട്. പ്രഗത്ഭരായ അധ്യാപകർ, അതുപോലെ തന്നെ നല്ല വിദ്യാർത്ഥികൾ. തെക്കൻ ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ ഈ സമാന്തര കലാലയങ്ങളിൽ ജോലി തേടി എത്തിയിട്ടുണ്ട്. അതിന് കാരണം അന്ന് ഏറ്റവും കൂടുതൽ ശമ്പളം നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സമാന്തര കലാലയങ്ങളായിരുന്നു. ഇപ്പോൾ ഒരു ഗവൺമെൻറ് സെക്ടറിലെ ഒരു ലെക്ചർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം അന്ന് ഈ സമാന്തര കലാലയങ്ങളിൽ അധ്യാപകർക്ക് ലഭിച്ചിരുന്നു. മാത്രവുമല്ല, അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ അവർ ഈ തൊഴിൽ കിട്ടുന്നതിന് ഒരു ഇടത്താവളം കൂടിയായിരുന്നു ഇത്തരം സമാന്തര കലാലയങ്ങൾ. അതുകൊണ്ട് തന്നെ ആ പ്രൗഢിയുടെ കാലത്തേക്ക്, ആ ചരിത്ര പശ്ചാത്തലത്തിലേക്കുള്ള ഒരു സഞ്ചാരമാണ് നേർരേഖ ഇന്ന് ഈ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. അതിൽ പങ്കെടുക്കുന്നത് ഒന്ന് MP രാധാകൃഷ്ണൻ മാഷാണ്. മഹാത്മാ കോളേജ് അതിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. ഇപ്പോൾ മഹാത്മാ സാംസ്കാരിക വേദിയുടെ രക്ഷാധികാരിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ അറിയുന്ന, അദ്ദേഹത്തിൻ്റെ ശിഷ്യസമ്പത്ത് ലോകം മുഴുവനുണ്ട്. അത്രയേറെ ശിഷ്യസമ്പത്തുള്ള ഒരു മനുഷ്യനാണ്. വളരെ ഇന്നും ഞാൻ ഈ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഈ പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ ഞാൻ വാട്സപ്പിൽ ഒന്ന് ലൊക്കേഷൻ അയച്ചു തരുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു എനിക്ക് വാട്സപ്പ് ഇല്ല എന്നാണ്. പഴയ കാലത്തെ ആ ഒരു മനുഷ്യൻ, ആ ഒരു ജീവിതം തലശ്ശേരി നഗരത്തിലൂടെ വളരെ ഒരു സാധാരണക്കാരനായി നടന്നു നീങ്ങുന്ന MP രാധാകൃഷ്ണൻ മാഷാണ് നമ്മുടെ കൂടെയുള്ളത്. പിന്നെ അഡ്വക്കേറ്റ് രവീന്ദ്രൻ കണ്ടോത്ത്, അദ്ദേഹം അധ്യാപകനായിരുന്നു ഇവിടെ. ഈ മഹാത്മാ സാംസ്കാരിക വേദിയുടെ സെക്രട്ടറിയാണ്. കൂടെ ചേരുന്നത് ആശാലതയാണ്, പൂർവ്വ വിദ്യാർത്ഥിയാണ്. 30 വർഷം മുമ്പ് ഈ മഹാത്മാ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിനിയാണ്. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് രാധാകൃഷ്ണൻ മാഷിൽ നിന്ന് തുടങ്ങിയാലോ? മാഷേ, ഈ അടുത്ത നാളിൽ നമ്മുടെ പഴയ VS അച്യുതാനന്ദൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന K ബാലകൃഷ്ണനാണ് നിങ്ങളുടെ ഈ കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നത്. എൻ്റെ മാധ്യമ പ്രവർത്തനം തുടങ്ങുന്ന കാലഘട്ടത്തിൽ 30 വർഷം മുമ്പ് താങ്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. താങ്കളുടെ സ്ഥാപനത്തിൽ നിരന്തരം വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ കുറേ കാലമായിട്ട് ബന്ധമില്ല. അപ്പം നിങ്ങളുടെ ഈ കൂട്ടായ്മ അറിയുന്നത്, ഈ മഹാത്മാ കോളേജിന്റെ സ്ഥാപകൻ താങ്കൾ തന്നെയല്ലേ? എങ്ങനെയാണ്, ഏത് ഇയറിലാണ് ഇത് സ്ഥാപിക്കുന്നത്? 1978. എങ്ങനെയാണ് അങ്ങനെ ഒരു കോളേജ് സ്ഥാപിക്കാനുള്ള ആശയം ഉടലെടുത്തത്? തുടക്കത്തിൽ അതൊരു കൂട്ട് സംരംഭമായിരുന്നു. ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു പവിത്രൻ ഉണ്ടായിരുന്നു, ശിവദാസൻ, പിന്നെ ശശി, തെക്കയിൽ ചന്ദ്രൻ, അങ്ങനെ 4-5 പേര് കൂടിച്ചേരുമായിരുന്നു. അങ്ങനെ ഒരു സമാന്തര കലാലയം തുടങ്ങാനുള്ള ഒരു ചിന്ത എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അതിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം പറയാം. 70കളുടെ കളരിയിലാണ് ഞങ്ങൾ വളർന്നത്. ഒരുപാട് പ്രക്ഷുബ്ധ സ്വഭാവമുള്ളൊരു കാലഘട്ടമായിരുന്നു അത്. വായിച്ചു, എഴുതി, ചിന്തിച്ചു, തലച്ചോറ് കത്തിയെരിഞ്ഞ സമയമായിരുന്നു അത്. അന്നത്തെ യുവതലമുറയ്ക്ക് അങ്ങനെ ഒരു തകരാറുണ്ടായിരുന്നു. ശരിക്കും തകരാറല്ല, അന്ന് ഇന്നത്തെ തലമുറ അങ്ങനെ പറയാം. പഴയ കാലത്ത് എമ്പുകുന്നന്റെ ഡൽഹി വായിച്ച് തകരാറായി ചെറുപ്പക്കാർ നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് ആ കാലഘട്ടത്തിന്റെ ഒരു അനുഭവമാണല്ലോ. അപ്പൊ പുതിയ ന്യൂജൻ കാണുക അങ്ങനെയാണ്, തകരാറ് പിടിച്ച ഒരു കാലഘട്ടം. 60കളുടെ അവസാനം തൊട്ട് ഏതാണ്ട് 77 വരെ ശരിക്കും വ്യക്തിത്വ പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അത് ഇപ്പം ബോംബെയിൽ കുറച്ചു കാലം സ്വതന്ത്ര പത്രപ്രവർത്തകനായിട്ട് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ശരിക്കൊരു ഒരു ഗർത്തത്തിൻ്റെ വക്കത്തായിരുന്നു. അന്ന് എന്നെ ശരിക്ക് തുണച്ചത് മാധവിക്കുട്ടിയായിരുന്നു. അവരാണ് പത്രപ്രവർത്തക ലോകത്തെ പലരെയും എന്നെ പരിചയപ്പെടുത്തി തന്നത്. അങ്ങനെ ഫ്രീ പ്രസ് ജേണലിൽ ഹരിഹരൻ പൂഞ്ഞാർ പരിചയപ്പെടുത്തി. അങ്ങനെ ഫ്രീ പ്രസ് ജേണൽ എനിക്ക് റിവ്യൂ ചെയ്യാൻ പുസ്തകങ്ങൾ തരുമായിരുന്നു. ഒടുവിൽ വരാൻ നേരത്ത് ഫ്രീ പ്രസ് ജേണലിൻ്റെ എഡിറ്ററുടെ ക്യാബിനിൽ
പോയിട്ട് ഏത് നേരവും ഏത് പുസ്തകം വേണമെങ്കിലും എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷേ ബോംബെയിലെ ജീവിതം വളരെ പ്രക്ഷുബ്ധമായിരുന്നു. എത്ര വർഷം ബോംബെയിൽ ജീവിച്ചു? ഒറ്റ വർഷം ഉണ്ടായിരുന്നു. ഒരു വർഷം. ഒരു വർഷത്തെ അനുഭവം എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള പ്രക്ഷുബ്ധമായിരുന്നു അന്നുണ്ടായിരുന്നത്? ഒന്ന്, ആശയപരമായിട്ട് വളരെ കലുഷിതമായൊരു ലോകത്തിലെ ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. എന്തായിരുന്നു താങ്കളുടെ ചിന്ത? ലോകത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു. ലോകത്തെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ചിന്തയാണോ അതെയോ എങ്ങനെയാണ്? വിപ്ലവ ചിന്ത തന്നെ. ലോകത്തെ മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതൊരു നെക്സൽ ലെവലിലുള്ള ചിന്തയായിരുന്നു. സ്വഭാവം ഉണ്ടായിരുന്നു, പക്ഷെ അത് ചിന്തയിൽ മാത്രം, പ്രവർത്തനത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അകത്ത് എപ്പോഴും സംഘർഷങ്ങൾ അടിഞ്ഞുകൂടി, ഏകാന്തത വല്ലാതെ ഫീൽ ചെയ്തിരുന്നു. ഭൂമിയിൽ ഏറ്റവും ഏകാഗിയായ ഒരാളാണ് എന്നുള്ള തോന്നലുണ്ടായിരുന്നു. പക്ഷേ എഴുത്തിലൂടെ അതൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു വർഷം പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് നീങ്ങി ഒടുവിൽ മുടിയനായ പുത്രനെ പോലെ തലശ്ശേരിയിലേക്ക് തിരിച്ചു വന്നു. ആ അവസ്ഥയിൽ എങ്ങനെയെങ്കിലും കുടിയിരുത്തപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കുടിയില്ലാത്ത മനുഷ്യനെ പോലെ തോന്നുന്നു, അനാഥത്വം ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ ഒരുമിച്ച് ചേർന്ന് ഒരു 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 ഹോംലെസ്നെസ് ഫീൽ ചെയ്തു. അപ്പോൾ ഹോംലി ആവണം എന്നുള്ള തോന്നലുണ്ടായി. അങ്ങനെയാണ് ഈ ആശയം ഉടലെടുത്തത്. മഹാത്മാ എന്ന പേര് ഞാൻ തന്നെ സജസ്റ്റ്. നമുക്ക് തിരിച്ചു വരാം. നമുക്ക് ഈ രവീന്ദ്രൻ കണ്ടോത്ത്, അഡ്വക്കേറ്റ് രവീന്ദ്രൻ കണ്ടോത്ത് ഏത് കാലഘട്ടത്തിലാണ് ഈ രാധാകൃഷ്ണൻ മാഷയുടെ സ്ഥാപനത്തിലേക്ക് എത്തുന്നത്? എന്തുകൊണ്ട് ആ സ്ഥാപനം തിരഞ്ഞെടുത്തു? അതായത് ആ കാലഘട്ടത്തിൽ ഈ പേരൽ കോളേജുകളുടേതായിട്ടുള്ള ഒരു വളർച്ചയുടേതായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം ചെറുപ്പക്കാർ ഈ പറയുന്ന രീതിയിൽ പാരലൽ രംഗത്ത് ജീവിതത്തിന് വേണ്ടി ഇറങ്ങി വന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആ പാരൽ കോളേജ് നടത്തുന്നയാൾ എന്ത് പൈസ കൊടുക്കുന്നോ അത് വാങ്ങിയിട്ട് ജീവിക്കുക എന്നുള്ളത്. ഏത് നിമിഷം വേണമെങ്കിലും അവരെ പിരിച്ചുവിടാം എന്നുള്ള ഒരവസ്ഥയുണ്ടായി. ആ കാലഘട്ടത്തിലാണ് ഈ പാരൽ കോളേജിലുള്ള അധ്യാപകന്മാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കുന്നത്. ആ സംഘടനയുടെ പേര് തലശ്ശേരി ഏരിയ ട്യൂട്ടോറിയൽ സ്റ്റാഫ് ഫെഡറേഷൻ. അത് ഈ പറയുന്ന 77 ട്യൂട്ടർ സ്റ്റാഫ് ഫെഡറേഷൻ കാര്യമായിട്ടുള്ള ചില നേതൃത്വം കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഈ വരുമാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഒരു സംഘടനയുണ്ട് ഈ രംഗത്ത്. ധാരാളം സ്ഥാപനങ്ങളുണ്ടെങ്കിലും ഒരു സംഘടനയുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തലശ്ശേരി പാട്യംസ് കോളേജിൽ അന്ന് രാധാകൃഷ്ണ മാഷൊക്കെ പാട്യംസ് കോളേജിൽ അധ്യാപകനായിരുന്നു. അദ്ദേഹം ആ സമരവും കാര്യങ്ങളുമായിട്ടൊന്നും ബന്ധമില്ലെങ്കിലും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ യൂണിയൻ, ആ ഫെഡറേഷൻ എന്ത് ചെയ്തു? അധ്യാപകന്മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കണം, അതിനൊരു നിയതമായിട്ടുള്ള ഒരു നോം വേണം എന്നുള്ള രീതിയിലുള്ള ഒരു ഇത് കൊടുത്തു. ഒരു സാധാരണ ഡിമാൻഡ് നോട്ടീസ് എന്ന് പറയും. ഈ ഡിമാൻഡ് നോട്ടീസ് കൊടുത്ത പിറ്റേ ദിവസം തന്നെ സ്ഥാപനം പൂട്ടിയിട്ട് അതിൻ്റെ ഉടമയായിട്ടുള്ള നമ്മളെ നല്ലൊരു ഇംഗ്ലീഷ് അധ്യാപകൻ, നല്ല അധ്യാപകനും നല്ലൊരു വ്യക്തിയൊക്കെ തന്നെയാണ്. വളരെ സെന്റിമെന്റലാണ്. ഇവരെ ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ മൂപ്പർക്ക് ആകെ വിഷമായിട്ട് അപ്പാട് കൂട്ടിയിട്ട് സ്ഥലം വിട്ടത് എന്താന്ന് അപ്പൊ അന്വേഷിച്ചിട്ട് എവിടെയാ സ്ഥലം എന്ന് പറഞ്ഞപ്പോ കുട്ടിമാക്കൂലൊരു വീട്ടില് മൂപ്പര് അങ്ങനെ നിന്നിട്ട് അപ്പോഴേ ഈ കുട്ടികളെല്ലാം റോഡിലല്ലേ എല്ലാം കൂട്ടിയിട്ട് പോകും. അപ്പൊ ഈ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും എന്നിട്ട് അദ്ദേഹത്തെ ഏകദേശം വളയുകയും എന്നിട്ട് സംസാരിച്ചപ്പോൾ കുട്ടികളെല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സലിഞ്ഞു. ശരി, നാളെ തന്നെ തുറക്കാമെന്ന് പറഞ്ഞിട്ട് തുറക്കുകയും ചെയ്തു. അപ്പൊ കുറച്ചൊക്കെ കാര്യങ്ങൾ അംഗീകരിച്ചെങ്കിലും കുറച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ അംഗീകരിച്ചും അല്ല ഞാനല്ല രാധാകൃഷ്ണൻ മാഷ്. ഞാൻ ആ സമയത്ത് മറ്റൊരു പാരലൽ കോളേജിലെ അധ്യാപകനായിരുന്നു. അപ്പൊ ഈ സംഘടനയിൽ നമ്മളുണ്ടായിരുന്നു. ഇത് രാധാകൃഷ്ണൻ മാഷുമായിട്ടുള്ള ബന്ധം, രാധാകൃഷ്ണൻ മാഷ് എന്നെ BA പഠിക്കുന്ന സമയം ഈ മഹാരാജാസ് കോളേജിൽ നിന്ന് ഇറങ്ങി വന്നപാട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിദ്യാർത്ഥി എന്ന് പറയുന്നത് നമ്മളൊരു 4-5 ആൾക്കാരാണ് ആദ്യത്തെ വിദ്യാർത്ഥി. താനൊരു അധ്യാപകനാവുമോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കാൻ കഴിയുമോ എന്നൊക്കെ വിഷമിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തിന് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളാവുകയും അദ്ദേഹത്തിന് ആവോളം കോൺഫിഡൻസ് കൊടുക്കുകയും നല്ല അധ്യാപകനാണ് അദ്ദേഹം. അങ്ങനെ ആദ്യ വിദ്യാർത്ഥികളിൽ ഒരാളാണ്. നമുക്ക് തിരിച്ചു വരാം. നമുക്ക് ആശാലതയോടും ചോദിക്കാം. ആശാലത,
30 വർഷം മുമ്പാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയത് അല്ലേ? എങ്ങനെയാണ് ഈ മഹാത്മയിൽ എത്തുന്നത്? അന്ന് ഈ പ്രൊഫഷണൽ കോളേജുകളൊന്നും ഉണ്ടായിരുന്നില്ലേ? അത് അവിടെയൊക്കെ ശ്രമിച്ചിട്ട് പരാജയപ്പെടുകയായിരുന്നു. അന്ന് പ്രൊഫഷണൽ കോളേജുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കോളേജ് മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് നമുക്ക് ആ സമയത്ത് നമുക്ക് അറിയില്ലല്ലോ ഇന്നത്തെ പെൺകുട്ടികൾ പോലെ ഇന്നത് പഠിക്കണം ഇന്നടുത്ത് പഠിക്കണം എന്നുള്ള അവസ്ഥയല്ലല്ലോ. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻ്റെ ഏട്ടൻ ഇവിടെയാണ് പഠിച്ചത്. അപ്പോൾ ഏട്ടൻ ഇവിടെ പേരെന്താണ്? വിനോദ് കുമാർ. ഏട്ടൻ ഇവിടുന്ന് ഡിഗ്രി കഴിഞ്ഞ് പോയി. അപ്പോഴാണ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഏട്ടനാണ് ഇവിടെ കൊണ്ടുവന്ന് ചേർക്കുന്നത്. അങ്ങനെ 3 കൊല്ലം ഡിഗ്രി ഇവിടെ കഴിഞ്ഞ് ഡിഗ്രി അവിടെ പഠിച്ചു. പക്ഷേ ഈ മഹാരാജാസിലെ അനുഭവങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ? എങ്ങനെ മഹാരാജാസിൽ ചെന്ന് പെട്ടത്? മഹാരാജാസിൽ അന്ന് ബ്രണ്ണൻ എനിക്ക് ടോപ്പ് മാർക്ക് കിട്ടി. അപ്പം സ്വാഭാവികമായിട്ടും മഹാരാജാസിൽ അഡ്മിഷൻ കിട്ടി. ആരൊക്കെയായിരുന്നു അന്ന് സഹപാഠികൾ? സഹപാഠികൾ തലശ്ശേരിക്കാരൻ ശങ്കർ മേനോൻ ഉണ്ടായിരുന്നു. പിന്നെ ശങ്കർ മേനോൻ ഇവിടെ കപ്പരട്ടി ഹൗസിലുള്ള ആളായിരുന്നു. നമ്മുടെ പൊന്നം. അതെ ആയിരുന്നു. നല്ല ബാക്ക്ഗ്രൗണ്ട്. ശങ്കർ മേനോൻ്റെ ഒരു ഗ്രാൻഡ് അങ്കിൾ എന്ന് CBIയുടെ ഹെഡായിരുന്നു. ശങ്കർ മേനോൻ ഞാനും പറഞ്ഞല്ലോ കുറച്ച് തീവ്രവാദ ചിന്തയുള്ള. ശങ്കർ മേനോൻ വളരെ അസ്വസ്ഥനായിരുന്നു. അവൻ ഈ നക്സൽ ഇതിൽ പെട്ടിട്ട് അവനെ കസ്റ്റഡിയിലെടുത്തു. കേരളത്തിൽ രാജനേക്കാളും മുമ്പിൽ ഉരുട്ടൽ കിട്ടിയത് ശങ്കർ ഇവനെയാണ് ഉരുട്ടൽ കിട്ടിയത്. അപ്പം നന്നായിട്ട് പീഡിപ്പിച്ചു. എന്നിട്ട് അവനെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. തുടർന്നു. കൊച്ചിയിൽ അന്നത്തെ സുഹൃത്തുക്കൾ ആരാ? എറണാകുളത്ത് കൊച്ചിയിൽ ഒരു ഷഹീദ് ഉണ്ടായിരുന്നു. ഷഹീദ് പിന്നെ ഇല്ല, രാഷ്ട്രീയ രംഗത്ത് ഇല്ല. ഞാൻ രാഷ്ട്രീയ നായകന്മാരായിട്ട് അങ്ങനെ. അന്ന് എൻ്റെ ജൂനിയർ ആയിരുന്നു തോമസ് ഐസക്. റെഗുലറായിട്ട് ഞങ്ങളുടെ അടുത്ത് വരുമായിരുന്നു. ഞാൻ മാതൃഭൂമിയിലൊക്കെ എഴുതുന്നത് കൊണ്ട് ഐസക് കരുതി ഞാൻ വലിയൊരു എഴുത്തുകാരനാണ്. അപ്പൊ എൻ്റെ കൂടെ വരുമായിരുന്നു. മാതൃഭൂമിയിൽ എങ്ങനെയാണ് താങ്കളുടെ കോളം കൈകാര്യം ചെയ്തത്? താങ്കൾ എഴുതിയിരുന്നത് 69 ബ്രണ്ണനിൽ സെക്കൻഡ് DC പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് മാതൃഭൂമിയിൽ ഒരു മുഖലേഖനം വന്നത്. 69 ഞാനൊന്ന് 20 വയസ്സേ ഉള്ളൂ. 20 വയസ്സിൽ ഏതായിരുന്നു വിഷയം? അന്ന് CJ തോമസിനെ പറ്റി ഒരു നല്ല ലേഖനമായിരുന്നു. 69 ഞാൻ ഇതുവരെ എഴുതിയ ഏറ്റവും നല്ല ലേഖനമായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിലൂടെ കടന്നുപോയ ആ ഒരു ചിന്ത? എന്തായിരുന്നു? സ്പോർട്ടിംഗ് ന്യൂസ് ലൈബ്രറിയിലെ മെമ്പറാണ്. അവിടെ നിന്നാണ് CJയുടെ കൃതികളായിട്ട് പരിചയപ്പെടുന്നത്. CJയുടെ സ്വതന്ത്ര ചിന്തയാണ് എന്നെ. അയാളെ മുഴക്കമുള്ള ശബ്ദം. CJ ഒരു നല്ല പോരാളിയായിരുന്നു. MP പോളിന്റെ സണ്ണിലോ CJക്ക് സമാനനായിട്ട് ഒരാളില്ല എന്നുള്ള തോന്നലുണ്ട്. അതിനുശേഷം ഉണ്ടായിട്ടില്ല. അപ്പം CJയുടെ ശബ്ദം എന്നെ വല്ലാതെ ആകർഷിച്ചു. അപ്പം അങ്ങനെ അയാളുടെ നാടകങ്ങളും ഒക്കെ വായിച്ച് പിന്നെ സ്വാഭാവികമായിട്ട് ഞാനൊരു ലേഖനത്തിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നില്ല. കുറേ കുറിപ്പുകൾ തയ്യാറാക്കി അതൊക്കെ സമാഹരിച്ചോടും MT വാസുദേവനാർക്ക് അയച്ചു കൊടുത്തു. പെട്ടെന്ന് തന്നെ കത്ത് വന്നു, രാധാകൃഷ്ണൻ പ്രസിദ്ധീകരിക്കാൻ സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ട്. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അന്ന് എഴുതിയ ഉടനെ തന്നെ അന്ന് കേരളത്തിലെ ഏറ്റവും നല്ലൊരു എഴുത്തുകാരനാണ് എം ഗോവിന്ദൻ എന്നെ വിളിച്ചു കാണണം എന്ന് പറഞ്ഞു. എം ഗോവിന്ദൻ CAയുടെ അടുത്തൊരു സുഹൃത്തായിരുന്നു. അങ്ങനെ കണ്ണൂരിൽ പോയി കണ്ടു. അങ്ങനെ എം ഗോവിന്ദനുമായിട്ട് ദീർഘകാല സൗഹൃദം എനിക്ക് നിലനിർത്താൻ കഴിഞ്ഞു CJയുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെയാണ് മഹാരാജാസ് അനുഭവങ്ങൾ. എത്ര വർഷം കൊച്ചി മഹാരാജാസ്? 2 വർഷം. 1972 PG അവിടെ കഴിഞ്ഞു. PG അവിടെ താമസമൊക്കെ എവിടെയായിരുന്നു? എൻ്റെ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു അവിടെ അമ്പലമേടിൽ, ഫാക്ട് കൊച്ചിൻ ഡിവിഷനിൽ അവിടെയായിരുന്നു. ഈ മഹാരാജാസിലെ കൂട്ടായ്മയിൽ നിന്ന് നക്സൽ പ്രസ്ഥാനത്തിൽ ഒത്തിരി യുവാക്കളെ സംഭാവന ചെയ്തിട്ടില്ലേ മഹാരാജാസ് കാലഘട്ടത്തിൽ? അന്ന് മഹാരാജാസിൽ കൊച്ചുണ്ടായിരുന്നു, KK കൊച്ച് എന്നുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷെ കൊച്ചി തീവ്രവാദ പ്രവർത്തനങ്ങളൊന്നും സജീവമായിരുന്നില്ല. എഴുതുമായിരുന്നു, കവിതയൊക്കെ എഴുതുമായിരുന്നു. കൊച്ചുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അന്ന് പൊതുവേ കുട്ടികളും വളരെ അസ്വസ്ഥരായിരുന്നു. ഒരു തരം വരൾച്ചയുടെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇന്ത്യയും കത്തിക്കൊണ്ട് ആശയദാരിദ്ര്യം ഉണ്ടായിരുന്നു. പിന്നെയാണ് JPയുടെ മൂവ്മെന്റ് ഒക്കെ വന്നത്. നാരായണൻ എമർജൻസി വന്നു. അപ്പോൾ അത് മൊത്തം അന്തരീക്ഷം വളരെ ഡൈനാമിക് ആയിരുന്നു. അപ്പം ഞങ്ങളും അതിനനുസരിച്ച് ആളിക്കത്തി. കത്തുക എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിലേക്ക് കത്തി വന്നായിരുന്നു. ആന്തരികമായ ചിന്തയിലാണ് ആ ഒരു ചിന്താ മണ്ഡലത്തിൽ വലിയ ജ്വാലയായിട്ട് അങ്ങനെ നിന്നു അല്ലേ? ശരിക്കും നമുക്ക് തിരിച്ചു വരാം. രവീന്ദ്രൻ കണ്ടോ? അപ്പോൾ അങ്ങനെ ഈ രാധാകൃഷ്ണൻ മാഷ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നിങ്ങൾ ആദ്യ വിദ്യാർത്ഥികളായി തുടരുന്നു. അതാണോ ഈ മഹാത്മാ കോളേജായി മാറിയായിരുന്നു? അത് പാറ്റൻസിന്റെ ശിഷ്യൻ മാത്രമായിട്ട് നിന്നു? മാഷയുടെ ശിഷ്യനായിട്ട് മാറുന്ന കാലഘട്ടത്തിലാണ് മാഷയുടെ പ്രധാനപ്പെട്ട ലേഖനങ്ങളുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ. അതിനു മുമ്പേ തന്നെ ഈ പറഞ്ഞ കാതലുള്ള ധിക്കാരി എന്ന് പറഞ്ഞ CJ തോമസിനെ കുറിച്ച് കാതലുള്ള
അത് ഈ മനുഷ്യൻ ഞാൻ ജീവിക്കുന്നത് നിയന്ത്രിക്കപ്പെടാനല്ല എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുന്ന ഒരു ലേഖനം. ഈ മനുഷ്യൻ ഞാൻ ജീവിക്കുന്നത് നിയന്ത്രിക്കപ്പെടാനല്ല എല്ലാം തെളിയിച്ചു എന്നത് ആ രീതിയിൽ വളരെ ശക്തമായിട്ടുള്ള ലേഖനമാണത്. അവര് പിന്നെ 18 വയസ്സോ 20 വയസ്സോ ഉള്ള ഒരു കുട്ടി ആ രീതിയിലൊരു ലേഖനം എഴുതുകയോ ഒരു വിദ്യാർത്ഥി, ഇന്ന് നമുക്കറിയാലോ മലയാള ഭാഷ തന്നെ ശരിക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു കാലം തലമുറ പറഞ്ഞിട്ട് കാര്യമില്ല, ഭാഷയെല്ലാം പോയി. അപ്പോൾ അത്രയും ശക്തമായ രീതിയിലുള്ള കേരളത്തിലെ സാഹിത്യ ലോകം വളരെ നല്ല രീതിയിൽ മാഷെ ഉൾക്കൊണ്ടിരുന്നു എന്നാണ് ഉന്നതരായിട്ടുള്ള ആ കാലഘട്ടത്തിൽ ഇപ്പോഴും അറിയുന്നവർക്കറിയാം. ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർ ആ കാലഘട്ടത്തിൽ എഴുതിയ ലേഖനങ്ങൾ അത് തന്നെയായിരുന്നു മാഷയുടെ ശക്തി. അപ്പോൾ ആ മാഷയുടെ ലേഖനങ്ങളിൽ നമ്മൾക്ക് ഒരു ആരാധന ഉണ്ടായിരുന്നു. ഇപ്പൊ ആ രീതിയിലാണ് മാഷുമായിട്ട് ഇങ്ങനെ അടുത്ത് വരുന്നത്. മാധവിക്കുട്ടിയെക്കുറിച്ച് എഴുതിയ ലേഖനങ്ങൾ, പിന്നെ പാബ്ലോ നെറൂദയെ കുറിച്ചിട്ട് എഴുതിയ ലേഖനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ മാഷോട് പറഞ്ഞു നെറൂദയുടെ കുറച്ച് കവിതകൾ തരുമെന്ന് ചോദിച്ചു. അപ്പോൾ മാഷ് എൻകൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാസിക ഉണ്ട്, അതിൽ 12 poems ഓഫ് പാബ്ലോ നെറൂദ എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നു. അപ്പോൾ അത് വായിച്ചിട്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊരു ലേഖനം എഴുതി. ആ ലേഖനം നിർമ്മലഗിരി കോളേജിൽ 2nd BA പഠിക്കുമ്പോൾ ഞാൻ കൊടുക്കുകയും ഡോക്ടർ TP സുകുമാരനായിരുന്നു അന്ന് എഡിറ്റർ മാഗസീനിൽ. അതിൽ മാഗസീനിൽ വളരെ പ്രാധാന്യത്തോടുകൂടി വരികയും ചെയ്തു. പാബ്ലോ നെറൂദ വിശ്വസാഹിത്യത്തിലൊരു അഗ്നിസ്ഫുലിംഗം എന്ന് പറഞ്ഞിട്ടുള്ളായിരുന്നു ലേഖനം. അപ്പോൾ അങ്ങനെ സാഹിത്യവുമായിട്ടും ഇതുമായിട്ടും ഒരു ചിന്താലോകമായിട്ടും നമ്മൾ അടുത്തടുത്ത് വന്നപ്പോൾ പിന്നെ മാഷുമായിട്ടുള്ള ഒരു ബന്ധം ദൃഢമായി, ആത്മബന്ധം ദൃഢമായി. അന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും സഹപ്രവർത്തകരൊക്കെ അങ്ങനെ ഒരു ആത്മബന്ധം തിരിച്ചു വരാം. മാഷലത ഈ സമാന്തര കലാലയങ്ങളിലെ ആ കാലഘട്ടം ഇപ്പം മാഷടക്കമുള്ള ആളുകൾ പഠിപ്പിക്കുന്നു. അന്നത്തെ ആ അധ്യാപക വിദ്യാർത്ഥി ബന്ധം എങ്ങനെയാണ് ഓർമ്മകളിൽ കടന്നു വരുന്നത്? അധ്യാപക വിദ്യാർത്ഥി ബന്ധം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വേർതിരിവ് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഒന്നായിരുന്നു നിങ്ങൾ? ഒന്നായിരുന്നു. എന്തൊക്കെയായിരുന്നു? എന്തിനും നമുക്ക് പിന്നെ കൂടെ നിന്ന് നമ്മുടെ പ്രയാസങ്ങൾ പറയാനോ ഒക്കെ അന്നൊരു അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു അന്ന്. ഈ രാധാകൃഷ്ണൻ മാസ്റ്റർ എന്ന അധ്യാപകന് നിങ്ങളുടെ നിരീക്ഷണം എങ്ങനെയാണ്? പ്ലസ് ആയിട്ട് നിങ്ങൾ മെറിറ്റ് ആയിട്ട് അന്ന് കണ്ടിരുന്ന കാര്യങ്ങൾ, ഇത്രയും എഴുതുക, ഇത്ര ലോകം മാധ്യമ പ്രവർത്തന രംഗത്ത് വലിയ എഴുത്തുകാരൻ, അത്തരത്തിലുള്ള ഒരാളാണ് താങ്കളുടെ അധ്യാപകനായിട്ട് ആ കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ താങ്കളുടെ ഒരു ഓർമ്മയിൽ ആ അനുഭവങ്ങൾ എങ്ങനെയാണ് ചിന്തയിൽ കടന്നു വരുന്നത്? ചിന്ത അന്നത്തെ കാലത്ത് നമുക്ക് നമ്മളോട് ഒരു പ്രത്യേക അടുപ്പമുള്ള അധ്യാപകർ. പിന്നെ നമുക്ക് അന്നത്തെ സാമ്പത്തിക സ്ഥിതിയിൽ നമുക്ക് ഫീസൊന്നും കൊടുക്കാൻ കഴിയാത്ത സമയത്തൊന്നും അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻ വെച്ചിരുന്നില്ല സാറ്. അങ്ങനെ നമുക്ക് ഫീസ് ഇല്ലെങ്കിലും പോയിട്ട് പഠിക്കാന്നുള്ളൊരു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പണത്തിന് വലിയ പ്രാധാന്യം ഇല്ല. നമ്മൾ ഫീസിലേ പോകുന്നില്ല എന്നുള്ള ചിന്ത നമുക്കില്ല. സാറ് അതിന് സമ്മതിക്കാറില്ല. നിങ്ങൾ വരിക എന്നുള്ളത് പഠിക്കുക, കോഴ്സ് കംപ്ലീറ്റ് ആക്കുക. അതായിരുന്നു രാധാകൃഷ്ണൻ മാഷേ. അങ്ങനെ ഒരു ചിന്ത എങ്ങനെയാ ഉണ്ടാവുക? കാരണം എന്താ വെച്ചാൽ ഇതിൽ നടന്നു പോകണമെങ്കിൽ കൃത്യമായിട്ട് ഫീസ്. അതിന് പറഞ്ഞ ഒരു പശ്ചാത്തലമുണ്ട്. ഒരു ഇത് പറയാം. ഞാനൊരിക്കൽ തൃശ്ശൂർ ജോലിക്ക് അന്വേഷിച്ച് കഴിയുമ്പോൾ ഒരു ദിവസം രാവിലെ എൻ്റെ അടുത്ത് കാശൊന്നും ഇല്ലായിരുന്നു. അന്ന് ആറ്റൂർ രവിവർമ്മ സാറ് ഷൊർണൂറിലുണ്ടായിരുന്നു. എനിക്ക് തോന്നി രവിവർമ്മ സാറിനെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പൈസ കിട്ടും. ഞാൻ ബസ് കയറി ഷൊർണൂരേക്ക് പോകാനുള്ള ബസ് ടിക്കറ്റ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇല്ല. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് രവിവർമ്മ സാർ അവിടെ ഇല്ല. ഞാനിങ്ങനെ നടന്നൊരു ബംഗ്ലാവിൻ്റെ മുമ്പിലെത്തി. ഒരു കാറൊക്കെ ഉള്ള അയാളോട് ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ കിട്ടില്ല എന്നുള്ള പേടിയോണ്ട് ഇംഗ്ലീഷിൽ അയാളോട് പറഞ്ഞു, പിന്നെ എനിക്ക് തൃശ്ശൂരേക്ക് മടങ്ങാനുള്ള പൈസ തരണം, തരണം. അയാൾ പറഞ്ഞു നോ നത്തിങ് ഡൂയിങ്, യു ഗോ എന്ന് പറഞ്ഞു. അങ്ങനെ നടന്ന് നോക്കുമ്പോൾ ഒരു ട്യൂട്ടോറിയൽ കോളേജിൻ്റെ ബോർഡ് കണ്ടു. അപ്പോൾ അവിടെ കയറി. അപ്പം ഞാൻ അയാളുടെ അടുത്ത് കാര്യം പറഞ്ഞു, എനിക്കൊരു 5 രൂപ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പാടെ അയാൾ തന്നു, ഞാൻ തിരിച്ച്. അപ്പോൾ അങ്ങനെ തൃശ്ശൂരിൽ തന്നെ ഒരുപാട് അനുഭവിച്ചു. ചിലപ്പോൾ രാവിലെ ഭക്ഷണത്തിന് കാശുണ്ടാവില്ല, ധൈര്യത്തിൽ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് പൈസ കൊടുക്കാതെ പോവായിരുന്നു. എന്താ അവരോട് പറയാൻ? ഒന്നും പറയില്ല. ഞാൻ കൗണ്ടറിൽ നിന്ന് ഒന്ന് ചുറ്റുമെല്ലാം നോക്കി ഇറങ്ങി പോകും. അങ്ങനെയും എപ്പോഴെങ്കിലും പിടിച്ചിട്ടുണ്ടോ? എന്താ പൈസ? ഇല്ല. അതെന്താ അതിൻ്റെ ഒരു മനഃശാസ്ത്രം മനസ്സിലായില്ല. അങ്ങനെയാണ് മനുഷ്യര്. ചിലപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നുണ്ടാവും ഇത് പൈസ. തിരുവനന്തപുരത്ത് തന്നെ എൻ്റെ കൂടെ കുഞ്ഞപ്പ വട്ടാനൂർ എന്ന് പറഞ്ഞ കവി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നു. ഉച്ചക്കത്തെ ഭക്ഷണം വലിയൊരു പ്രശ്നമായിരുന്നു. ഒടുവിൽ ഞങ്ങൾ കണ്ടെത്തിയ പരിഹാരം, അവിടെ യൂണിവേഴ്സിറ്റി ക്യാൻറ്റീനിൽ 50 പൈസക്ക് ഊണ് കിട്ടുമായിരുന്നു, ഒരു പൊതിച്ചോറ്. അത് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് തൃപ്തി. 50 പൈസക്ക് പൊതിച്ചോറ്. അത് തിന്നാൽ വളരെ ഹൃദ്യമായി വയറ് നിറഞ്ഞ പോലെ തോന്നുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ഇങ്ങനെ 100,000, ഇതൊക്കെ ചെറിയ അനുഭവങ്ങൾ മാത്രമാണ്.
അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും കുട്ടികൾ വന്നിട്ട് ഫീസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കുമായിരുന്നു, കൺസെഷൻ വല്ലതും വേണമെന്ന് ചോദിക്കുമായിരുന്നു. അത് ചിലർ മുതലെടുത്തു, പക്ഷേ അതിലെനിക്ക് യാതൊരു വൈമനസ്യവും ഇല്ലായിരുന്നു. സന്തോഷത്തോടെ ചെയ്യായിരുന്നു. അതൊരു വലിയൊരു കാര്യം തോന്നിയിരുന്നില്ല. അത് വലിയൊരു കാര്യം കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഒരു അനുഭവം ആശാലത്തേക്ക് പറയാൻ പറ്റുമോ? പൈസ ഇല്ലാതായി പോയിട്ട് എങ്ങനെയാണ് ആ ഒരു പ്രതിസന്ധി അന്നത്തെ? പലപ്പോഴും ഫീസ് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സാറ് പറയും ഫീസ് നമുക്ക് പിന്നെ സംസാരിക്കാം, ക്ലാസ് അറ്റൻഡ് ചെയ്യണം, സ്ഥിരമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറയായിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു ആ പഠനകാലം അല്ലേ? യെസ്. രാധാകൃഷ്ണൻ മാഷേ, നിങ്ങളുടെ ഈ പൂർവ്വ വിദ്യാർത്ഥികളിൽ സന്തോഷ് കുമാർ എം പിയും KK രാഗേഷും ആനി രാജയൊക്കെയുള്ള പ്രമുഖരുണ്ടായിരുന്നല്ലോ. ഈ ആനി രാജയ്ക്ക് അങ്ങ് ഇരുട്ടിന്ന് വന്നിട്ടാണോ പഠിക്കുന്നത്? അപ്പൊ എവിടെ നിന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ വന്നിരുന്നത്? അന്ന് കൊയിലാണ്ടി മുതൽ കാസർഗോഡ് വരെയുള്ള ഏറിയാണ് കുട്ടികൾ. കൊയിലാണ്ടി മുതൽ കാസർഗോഡ് വരെയുള്ള വിദ്യാർത്ഥികൾ. കോളേജിലെ മൊത്തം സ്ട്രെങ്ത് എത്രയായിരുന്നു അന്ന്? അന്ന് 3000 കുട്ടികളോ ഒരു ക്യാമ്പസിലോ? ഉണ്ടായിരുന്നു. എന്റെ ബാച്ചിൽ പേരാവൂരിനുള്ള കുട്ടികളുണ്ട്. അതുകൊണ്ട് കൊയിലാണ്ടി മുതൽ കാസർഗോഡ് വരെയുള്ള അങ്ങ് മലയോരം നിന്നുള്ള കുട്ടികളടക്കം 3000 കുട്ടികൾ പഠിച്ചിരുന്നു. എങ്ങനെയാണ് ഈ പാണ്ഡികശാലകൾ നിങ്ങളുടെ ക്യാമ്പസായി മാറിയത്? അതിന്റെ സ്വാഭാവികമായിട്ട് ഒന്നാണ്. കാരണം ഞങ്ങൾ ഈ സ്ഥലത്തിന് വേണ്ടി അന്വേഷിച്ചൊടുവിൽ പാറക്കടവിലൊരു മുതലാളിനെ കണ്ടു. അത് പക്ഷേ അത് നല്ല എന്താ പറയുക, ഞങ്ങൾക്ക് ഭയങ്കര പ്രചോദനം നൽകിയ ഒരു ഹാളായിരുന്നു, ബിൽഡിംഗ് ആയിരുന്നു. അത് കാറ്റും വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ക്ലാസ് എടുക്കാൻ വളരെ ആശയങ്ങൾ സുലഭമായിട്ട് മനസ്സിലെത്തുമായിരുന്നു അവിടുന്ന് ക്ലാസ് എടുക്കുമ്പോൾ. കടലിന്റെ അറബിക്കടലിന്റെ തീരത്ത് പാണ്ഡികശാലകളിലെ ക്ലാസ് അല്ലേ? ഈ രാകേഷിനെയും ആനി രാജയൊക്കെ പോലെ വേറെ രാകേഷ് കണ്ണൂരുണ്ട്, കണ്ണൂർ മഹാത്മ ഉണ്ടായിരുന്നു, അവിടെയാണ് പഠിച്ചത്. എത്ര ശാഖകൾ ഉണ്ടായിരുന്നു? ഇല്ല, കണ്ണൂർ, തലശ്ശേരി. അതെ. പിന്നെ കൂത്തുപറമ്പിൽ പ്രീ ഡിഗ്രി ഫെയിൽഡ് കുട്ടിയൊക്കെ ഒരു അങ്ങനെ അത്രയും സ്ഥാപനങ്ങൾ. എത്ര അധ്യാപകരുണ്ടായിരുന്നു അന്ന് മൊത്തം? ഉണ്ടായിരുന്നു 150 പേരൊക്കെ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. 150 അധ്യാപകർ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ സമ്പന്നനാകേണ്ടതാണല്ലോ ഈ 3000 കുട്ടികളെ. സമ്പന്നനാവേണ്ടതാണ്, പക്ഷെ അതിന്റെ നേരെ വിപരീത എന്താ സംഭവിച്ചത് ശരിക്കും? കാരണം 150 അധ്യാപകർ, 3000 കുട്ടികൾ. ഇന്ന് നമ്മൾ കാണുന്ന സ്വാശ്രയ കോളേജുകളെ വെല്ലുന്നത്ര കുട്ടികളാണ്. പക്ഷെ അതിന് ഒരു എന്താ പറയാ, മാർഗതടസ്സമായി നിന്നത് ഞാൻ തന്നെയാണ്. എന്താണ് അതിന്റെ കാരണം? ഒന്ന് പൈസ സമാഹരിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം എൻ്റെ ഭാഗത്തുണ്ടായില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? സ്ഥാപനത്തിന് ഗുഡ് വില്ല് വേണം, സ്ഥാപനം നടക്കണം. കുട്ടികൾ ടീച്ചേഴ്സ് ആണെങ്കിൽ അവിടെ അത് കുറ്റം പറയല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു യൂണിയൻ ഉണ്ടായിരുന്നു. ഇപ്പം കേരളത്തിൽ ആദ്യമായിട്ട് എനിക്കൊന്ന് 12 മാസത്തെ ശമ്പളം കൊടുത്തവരിൽ ഒന്ന് ഞങ്ങളായിരുന്നു. കേരളത്തിൽ ആദ്യമായി 12 മാസത്തെ ശമ്പളം, ലീവ് ഉള്ള കാലഘട്ടത്തിൽ ശമ്പളം കൊടുത്തു. പിന്നെ ഫെസ്റ്റിവൽ അലവൻസ്, ഓണത്തിന് 1 മാസത്തെ ശമ്പളം. 1 മാസത്തെ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓണം വരുമ്പോൾ ഞാനതൊക്കെ ഓർക്കുന്നത്. ഒരു 12 മാസത്തെ ഫെസ്റ്റിവൽ അലവൻസ് കൊടുത്താൽ പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഇനി മാഷഭാഗ്യം തരണം എന്ന് പറയും. അതും കൊടുക്കും. പിന്നെ ലീവ് സറണ്ടർ, 1 മാസത്തെ ശമ്പളം, ലീവ് സറണ്ടർ, ഇൻക്രിമെന്റ്, ഇതൊക്കെ കൊടുത്തു. ഇതൊക്കെ കൊടുക്കാൻ പറ്റുമോ? ഒരു സർക്കാർ സംവിധാനത്തിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ കാലാന്തരത്തിൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴേ ബ്ലേഡിൽ പെട്ടു. അപ്പം അത് പിന്നെ ഈ പാർട്ടീഷൻ ചെയ്യാത്ത ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയൊക്കെ കൊടുക്കേണ്ടി വന്നു. അപ്പം അങ്ങനെ ഒരു പക്ഷെ അന്ന് നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല. ഓർക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അതിനൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ 3000 കുട്ടികളും 150 അധ്യാപകരുമുള്ള ഒരു കലാലയത്തിന്റെ അധിപനായിരിക്കുമ്പോഴും ഒരു ആവശ്യത്തിനുള്ള പണം സമ്പാദിക്കാനുള്ള ഒരു മനസ്സില്ലാതെ പോയ. അതിപ്പോ ഞാനൊന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ സമയത്ത് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന രസമുണ്ട്. വെച്ചാല് സാധാരണഗതിയിൽ മെയ് അവസാനമാകുമ്പോഴാണ് നമ്മൾ ഈ പോസ്റ്ററിന് വേണ്ടിയിട്ടൊക്കെ, പോസ്റ്റർ വേണ്ടേ പുതിയ അഡ്മിഷന്. ഒരു കൊല്ലം എൻ്റെ അടുത്ത് ആ സമയത്ത് ഒന്നും കാശൊന്നും കയ്യിലുണ്ടായിരുന്നു. ഫസ്റ്റ് പോസ്റ്റർ ഒട്ടിച്ചേ മതിയാവുള്ളൂ. മാനന്തവാടി വരെ പോയിട്ടുണ്ട്. എത്ര പോസ്റ്റർ അടിക്കും? നന്നായിട്ട് അടിക്കും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പോയിട്ടുണ്ട്, അതിലേക്ക് വരണം. അപ്പോൾ ഇങ്ങനെ എവിടുന്ന് പൈസ സമാഹരിക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ച് പോയപ്പോൾ ഞാനിങ്ങനെ നടന്ന് ചാലിൻ്റെ ഇതുണ്ടായിരുന്നു. ചാലിൽ തീരെ വൃത്തിയായിട്ട് സ്ഥലമായിരുന്നു. നടന്ന് പാട്യംസിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ അവിടെ തൂപ്പവേല ചെയ്തിരുന്ന ഒരു ഫിലോമിന. അതെയാ, ഞാൻ അവളുടെ ചാളയെല്ലാം കയറി ചെന്നു. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു പക്ഷേ പൈസയൊന്നുമില്ല, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ മാല തരാം. അവൾ മാല തന്നു. ഞാനത് പണയം വെച്ചു.
പോസ്റ്റർ എല്ലാം ആക്കി തിരിച്ച് പിന്നെ ഞാൻ കൊടുക്കാൻ തിരിച്ചു കൊടുത്തു കൊടുക്കാൻ പിന്നെ അപ്പം ഞാൻ പറയും ഇത്തരം സന്ദർഭങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് പക്ഷേ എൻ്റെ അധ്യാപക സുഹൃത്തുക്കളൊന്നും അതിൻ്റെ തീവ്രത മനസ്സിലാക്കിയിട്ടില്ല. ഞാനത് മനസ്സിലാക്കിക്കാനും പോയില്ല. അങ്ങനെ ഈ ഇവർ സമാന്തര കലാലയങ്ങൾ നടത്തിപ്പുകാരിൽ പലരിലും ഒരു മുരടത്തരം വരാറുണ്ട്. കാരണം ഈ പൈസയോടുള്ള ആർത്തി കൊണ്ട് ഞാൻ എക്സാമ്പിൾസ് പറയുന്നില്ല, പക്ഷെ ആ മുരടത്തരം തീരെ ഞാൻ കൾട്ടിവേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അന്നും ഇന്നും ഒരു സ്വതന്ത്ര ജീവിയാണ്. ഇന്നത്തെ കാലത്ത് സ്വതന്ത്ര ജീവിയാണ്. രവീന്ദ്രൻ കണ്ടെത്തി ഈ അധ്യാപകരും ഈ ഉടമയും തമ്മിലൊരു കെമിസ്ട്രി എങ്ങനെയായിരുന്നു ആ കാലത്ത്? നിങ്ങൾ ഈ പറയുന്ന ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾ പിടിച്ചു വാങ്ങിയതാണോ അല്ല സ്വന്തം നിലക്ക് തന്നതാണോ? അത് അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാധാരണ പേരൽ കോളേജുകൾ പോകുന്നൊരു രീതിയുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ എത്ര കുട്ടികളുണ്ട് അതിനനുസരിച്ചുള്ള ശമ്പളം കൊടുത്ത് ബാക്കി ലാഭം ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷെ മാഷ് ആദ്യം പൈസ ഇങ്ങനെ വരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹമായിട്ടുള്ളത് പിന്നെ ഒരു ലൈബ്രറി ഉണ്ടാക്കുക, കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു വലിയ മികച്ച ലൈബ്രറി ഉണ്ടായി അവിടെ. ഗുരു നിത്യചൈതന്യതിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ അതിനുശേഷം ഉദ്ഘാടനം ചെയ്ത ലൈബ്രറി മഹാത്മാ അത് വന്ന് പത്രത്തിൽ ദശമിലൊക്കെ വന്നിട്ടുണ്ട്. വായിച്ച ഓർമ്മയുണ്ട്. ഫോട്ടോ വന്നിട്ട് അപ്പോ യതി ഉദ്ഘാടനം ചെയ്തു. പിന്നെ സത്യം പറഞ്ഞാല് അവിടെ ഈ കലോത്സവങ്ങൾ നടത്തുകയാണ്. അത് ഈ സ്വന്തമായിട്ട് കലോത്സവം നടത്തി. അത് കലോത്സവം നടത്തിയെന്നല്ല, നമ്മൾ ഒരു മാഷടിയൊക്കെ ഒരു ധാരണയിൽ ഒരു ജില്ലാ കലോത്സവം തന്നെ നടത്തി. കാരണം 3000 കുട്ടികളില്ലേ, അപ്പൊ പിന്നെ അത് ജയപാലൻ മാഷ്, JBSലെ ജയപാലൻ മാഷ്, രാധാകൃഷ്ണൻ മാഷ് പിന്നെ അതിന് ശരി നടത്തിക്കോ എന്ന് പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് ആ ജില്ലാ കലോത്സവം നടത്തുന്നത്. എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള കലോത്സവങ്ങൾ നടത്തി. ഈ രീതി പിന്നെ ധാരാളം കുട്ടികൾക്ക് ഫീസ് സൗജന്യമായിട്ട് ഞാൻ തന്നെ പറഞ്ഞിട്ട് 100 കണക്കിന് കുട്ടികൾക്ക് മാഷ്. ഒരിക്കൽ ഞാൻ ഒരാളെ പറഞ്ഞേക്കുമ്പോൾ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് കത്ത് കൊടുത്തപ്പോഴും ഹാഫ് കൺസെഷൻ, ഈ സാമ്പത്തികവും കൂടി നോക്കേണ്ടതുകൊണ്ട് ഹാഫ് കൺസെഷൻ എന്ന് പറഞ്ഞപ്പോൾ മാഷ് എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ ദൈന്യത കണ്ടിട്ടോ എന്ന് അറിയില്ല, ഫുൾ കൺസെഷൻ എന്ന് പറഞ്ഞിട്ട് ഫുൾ കൺസെഷൻ കൊടുക്കുക ആ ഒരു രീതി ഉണ്ടായിരുന്നു മാഷ്. പിന്നെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ ഈ പറയുന്ന ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തു. 11 മാസത്തെ ശമ്പളമാണ് കൊടുത്തത്. 10 മാസത്തെ പണിയെടുക്കാനുള്ളൂ, 9 മാസത്തെ പണിയെടുക്കും. 11 മാസത്തെ ശമ്പളം കൊടുത്തു. പക്ഷേ ഒരു മാസം അലവൻസ്. അപ്പോൾ ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിങ്ങനെ ഈ ഏതൊരു സ്ഥാപനത്തിനും അതിന്റെ പീക്ക് പീരീഡ് പിന്നെ ഒന്ന് കൗണ്ട് ഡൗൺ തുടങ്ങുമ്പോഴും ഈ പഴയ ആനുകൂല്യങ്ങൾ തന്നെ വേണമെന്നുള്ള ശാഠ്യം ഉണ്ടാവും. അപ്പൊ അത് കിട്ടാതിരിക്കുമ്പോൾ ദേഷ്യം ഉണ്ടാവും. അത് പിന്നെ മാഷുമായിട്ടുള്ള ഒരു ഫൈറ്റിൽ എന്നുള്ള ഒരവസ്ഥ, അങ്ങനെയാണ് അത് പോയത്. മാഷ് സന്തോഷപൂർവ്വം തന്നെ കൊടുക്കുകയാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല സമയത്ത് ഞങ്ങൾക്ക് 10 മാസത്തിൽ 12 മാസത്തെ ശമ്പളം വേണം, 2 മാസം നമുക്ക് ശരി പിടിച്ചോ തരും. അപ്പോൾ ലീവ് സറണ്ടർ അത് ഇല്ല, അതും കൂടി കൂട്ടിയിട്ടുള്ള ശമ്പളം വേണം, നമ്മൾ ലീവ് എടുക്കുന്നില്ലെങ്കിൽ അതിനും കൊടുക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ഫെസ്റ്റിവൽ അലവൻസ് കൊടുക്കുക എന്നുള്ളത് സാധാരണ പേരൽ കോളേജിൽ ഇല്ലാത്ത ആനുകൂല്യം. പക്ഷേ അത് ഇങ്ങനെ ഈ സാധാരണ മുതലാളിമാരൊക്കെ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടുന്ന കൂടുതലുള്ള സമയത്ത് പൈസ സമാഹരിച്ച് വെച്ചിട്ട് അത് തന്റെ സ്വന്തം ആസ്തിയാക്കി ബലപ്പെടുത്തിയതിനു ശേഷം പിന്നെ അങ്ങനെ കൊടുക്കാതെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഇത് കൗണ്ട് ഡൗൺ വരുന്ന സമയത്തും ഇത് മാനേജ് ചെയ്യണമല്ലോ എന്നുള്ള രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കേണ്ടത് കൊണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു രീതി എടുത്തില്ല. ഈ താങ്കളുടെ കാലഘട്ടത്തിൽ അധ്യാപകരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള VS അനിൽകുമാറൊക്കെ അധ്യാപകനായിരുന്നോ വിദ്യാർത്ഥിയായിരുന്നു? അനിൽകുമാർ ഇവിടെ വന്നു വിട്ടത് വിജയമാഷ് ഇവിടെ ഫ്രണ്ടലിൽ വന്നപ്പോൾ പ്രൊഫസർ MN വിജയന്റെ മകൻ എന്ന നിലക്ക് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ അങ്ങനെ വന്നു വിട്ടത്. പിന്നെ സോമൻ ഉണ്ടായിരുന്നു, സോമൻ ഇംഗ്ലീഷിന്റെ ഇത് ഇയാളില്ലേ നമ്മളെ നിരൂപകനായിട്ടുള്ള നിങ്ങളുടെ കൂടെ ഫസ്റ്റിലുണ്ടായിരുന്ന ഇംഗ്ലീഷില് നമ്മളെ ശ്രീജനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രഗത്ഭരായ അധ്യാപകൻ വരെ ഉണ്ടായിരുന്നു. ഈ ആശാലത ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന അവരുടെ ഒരു കൂട്ടായ്മ, ഇപ്പൊ ഇവരുടെ അധ്യാപകരുടെ ഒരു കാര്യം പറഞ്ഞത് ആശാലത കേട്ടല്ലോ. അവരൊക്കെ ഇത് ഇങ്ങനെ നടത്തി പണം സമ്പാദിക്കാനൊന്നുമല്ല, നല്ലൊരു കാഴ്ചപ്പാട്, നല്ലൊരു ലൈബ്രറി ഉണ്ടാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് യതി അത് ഉദ്ഘാടനം ചെയ്യുക. പിന്നെ ചിന്തകൾ പറഞ്ഞു കേട്ടില്ലേ, പോസ്റ്റ് അടിക്കാൻ പൈസയില്ല, നടന്നു പോയിട്ടൊരു വീട്ടിൽ കയറിയിട്ട് പോയി. ഇതാണ് ഒരു മനസ്സ്. എന്നാൽ നേരത്തെ ആലോചിച്ച് ആവശ്യത്തിന് പണം സ്വരൂപിച്ച് വെച്ചിരുന്നുവെങ്കിൽ ഈ ചാനലിൽ പോയിട്ട് ഈ വീട്ടിൽ കയറിയിട്ട് എന്ത് ചെയ്യണ്ട, പൈസക്ക് ചോദിക്കണ്ട. അതാണ് അധ്യാപകർ. വിദ്യാർത്ഥികൾ എങ്ങനെയായിരുന്നു? വിദ്യാർത്ഥികൾ അങ്ങനെ പ്രത്യേകിച്ചിട്ട് എന്താ പറയാ,
അവരുടെ ഒരു ബോധമണ്ഡലം എങ്ങനെയായിരുന്നു? സാംസ്കാരിക രംഗത്തും ഒക്കെ അവരുടെ ചിന്ത, എഴുത്ത്, വായന. കുട്ടികൾ സെമിനാറുകളിലും കുട്ടികൾ അങ്ങനെയല്ല, ഇതുപോലെ കലോത്സവങ്ങളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്, സാംസ്കാരിക വേദികൾ എല്ലാം ഉണ്ടാകാറുണ്ട്, അതിലൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട്. എല്ലാവരും വേഗം ഓരോ കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് അങ്ങ് പോകും, പിന്നെ കാണുന്നില്ല. അങ്ങനെയായിരുന്നു. നിങ്ങളുടെ ബാച്ച്മേറ്റുകളൊന്നും അത് നമ്മളിപ്പോ ഈ അടുത്ത കാലത്ത് നമ്മളെ 93-ന്റെ ബാച്ച് ഉണ്ടായിരുന്നു, ഒത്തുകൂടിയിട്ട് നമ്മള് ഇടക്കിടക്ക് ഒത്തുകൂടാറും വാട്സപ്പ് കൂട്ടായ്മൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഗ്രൂപ്പിൽ തന്നെ ഇപ്പൊ നമ്മൾ വന്നത്. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ മൊത്തം എത്ര പേരായിട്ടുണ്ട്? നിങ്ങളെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടാവും? 1200 ഇപ്പൊ ആയിക്കഴിഞ്ഞു. 1 ലക്ഷത്തിലധികം കുട്ടികൾ പഠിച്ചിറങ്ങിയ ഒരു ക്യാമ്പസാണ്. ഇപ്പൊ തന്നെ 1000 പേര് വന്നു കഴിഞ്ഞു ഈ കൂട്ടായ്മയിൽ, അല്ലേ? നമുക്ക് വീണ്ടും രാധാകൃഷ്ണൻ മാഷിലേക്ക് തന്നെ പോകാം. നമ്മുടെ കൂടെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി, ഒരു അതിഥി കൂടി എത്തുകയാണ്. പൂർവ്വ വിദ്യാർത്ഥിയാണ്, പോലീസ് സർവീസിൽ നിന്നും സബ് ഇൻസ്പെക്ടറായി വിരമിച്ചയാളാണ് വിനോദ് കുമാർ. ഏതാണ്ട് 84 കാലഘട്ടത്തിൽ, 40 വർഷം മുമ്പ്, ഒന്ന് ആലോചിച്ച് നോക്കൂ, 4 പതിറ്റാണ്ട് മുമ്പ് മഹാത്മാ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. എന്തായാലും വിനോദ് കുമാറിന് നെറുകയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ ഒന്നുകൂടി മാഷിലേക്കൊന്ന് പോവുകയാണ്. മാഷെ, ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഈ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ, അവരുടെ ഒരു ഇടത്താവളമായിരുന്നു മഹാത്മാ കോളേജ് എന്ന് കേട്ടു. എന്താണ് അതിൻ്റെ ഒരു ഓർമ്മകൾ എന്തൊക്കെയാണ്? ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ അയ്യപ്പൻ തന്നെ, കവി അയ്യപ്പൻ. ഞാൻ തിരുവനന്തപുരത്തുള്ളപ്പോഴേ അയ്യപ്പനെ കാണുമായിരുന്നു. അയ്യപ്പൻ അവിടെ അന്ന് നവയുഗം മാസികയിൽ, നവയുഗം പബ്ലിക്കേഷൻസിൽ ജോലിയായിരുന്നു. പിന്നെ നമ്മൾ കാണുന്ന അയ്യപ്പനല്ല, നല്ല വൃത്തിയിൽ വസ്ത്രമൊക്കെ ധരിച്ച് സുമുഖനായി ശാന്തനായിട്ടുള്ള അയ്യപ്പനായിരുന്നു. അത് അക്കാലത്ത് വളരെ രസകരമായൊരു അനുഭവം ഉണ്ടായി. ഒരു ദിവസം ഉച്ചക്ക് ഈ പറഞ്ഞ മാതിരി ഊണ് കഴിക്കാൻ എൻ്റെ അടുത്ത് കാശൊന്നുമില്ല, ഒന്നുമില്ല. ഞാൻ നേരെ അയ്യപ്പൻ്റെ അടുത്ത് പോയി അയ്യപ്പനോട് പറഞ്ഞു, അയ്യപ്പൻ ഭക്ഷണം വാങ്ങി തരണം. അയ്യപ്പനപ്പാട് എന്നെയും കൂട്ടിയിട്ട് ഹോട്ടലിൽ പോയിട്ട്, അത് അയ്യപ്പനാണെങ്കിൽ നിന്ന് പലരും അത്ഭുതപ്പെടും. പിന്നെ ഞാൻ അയ്യപ്പനെ കാണുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷം മഹാത്മയിലാണ്. പക്ഷെ അയ്യപ്പൻ അന്ന് വളരെ ബാലൻസ്ഡ് ആയിരുന്നു. എവിടെ വെച്ച് അയ്യപ്പൻ തകർന്ന് തരും, എവിടെയായിരിക്കും കവിതയിലെ ഇടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട്. അതിനൊക്കെ മുമ്പ് അയ്യപ്പൻ അന്ന് അവിടെ പാളയത്ത് അശോക ലോഡ്ജിൽ ചെറിയൊരു മുറിയിൽ അഗസ്ത്യ രസായനമൊക്കെ കഴിച്ച് വളരെ ബാലൻസ്ഡായി ഒതുക്കത്ത് കഴിയുന്ന ആളായിരുന്നു. അക്ഷരമാസികയുടെ എഡിറ്ററായിരുന്നു അയ്യപ്പൻ. എവിടെയോ വെച്ച് അയ്യപ്പനെന്ന് കണ്ടാല് തകരാൻ പോകുന്ന അയ്യപ്പനാണെന്ന് തോന്നില്ല. അയ്യപ്പന്റെ തകർച്ചയെ കുറിച്ച് ദുരൂഹമാണ്, എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പണമില്ലാത്തത് അയ്യപ്പന്റെ കുടുംബ ജീവിതത്തിൽ എന്തൊക്കെയോ, കുടുംബം വെച്ചാൽ അമ്മ, അച്ഛൻ, അങ്ങനെ അവിടെ എന്തെല്ലോ സംഘർഷം. അല്ല, അയ്യപ്പന്റെ ഒടുവിലെ കവിതകളില് അദ്ദേഹം പണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പണമില്ലെങ്കിൽ കാമുകിയുമില്ല, പെങ്ങളുമില്ല. അപ്പൊ എപ്പോഴെങ്കിലും രാധാകൃഷ്ണ മാഷിന് തോന്നിയിട്ടുണ്ടോ പണമില്ലാത്തൊരു, ഈ പണം കടം ചോദിക്കാനൊക്കെ പോയപ്പോ ഞാൻ ചെയ്തു കൂട്ടിയതൊന്നും ശരിയല്ല, ഞാൻ കുറച്ചുകൂടി പണം സമ്പാദിക്കണമായിരുന്നു? താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? കാരണം താങ്കളുടെ ചിന്തയിൽ, താങ്കളുടെ മുന്നിൽ കവി അയ്യപ്പൻ എന്നൊരു രൂപം കടന്നു പോകുന്നുണ്ട്. പിന്നെ താങ്കൾ തന്നെ ഈ ഒത്തിരി പണം വന്നപ്പോൾ ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുത്തു. 50% അതെ, അല്ല, മഹാത്മയിൽ വന്നതിന് ശേഷവും ഇന്ന് താങ്കൾ ഇങ്ങനെ സ്വസ്ഥ ജീവിതം നയിക്കുമ്പോൾ ചിന്തകളിൽ എപ്പോഴെങ്കിലും അങ്ങനെയൊന്നും വേണ്ടായിരുന്നു എന്ന് താങ്കൾ തോന്നിയിട്ടില്ല? പശ്ചാത്താപം തോന്നിയിട്ടില്ല. ചെയ്തതെല്ലാം ശരിയാണെന്നല്ല, അത് പിന്നെ എന്റെ പ്രകൃതമല്ലേ, അത് ആ രീതിയിൽ മാറ്റാൻ പറ്റില്ല. യെസ്, നമുക്ക് വിനോദ് കുമാറിലേക്ക് ഒന്ന് പോകാം. വിനോദ് കുമാർ ഏത് ഇയറിലാണ് അവിടെ ചേരുന്നത്? 87 ബാച്ച് മലയാളം ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു. ഡിഗ്രി അവിടെ നിന്നാണ് ചെയ്തത്. എന്താണ് ആ കാലത്തെ ഓർമ്മകളൊക്കെ? നല്ല ഓർമ്മകളാണ്. ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ പോലെ ആധുനിക സൗകര്യമില്ല, പാണ്ഡികശാലയിലെ മുറികളാണ്. ക്ലാസ് മുറികളെ കുറിച്ചുള്ള ചിന്ത എങ്ങനെയാണ്? പക്ഷെ അത് അത്തരം സൗകര്യങ്ങളൊന്നും നമുക്കൊരു പ്രശ്നമായിരുന്നില്ല. നല്ല ക്ലാസ്സുകളായിരുന്നു. പ്രത്യേകിച്ച് രാധാകൃഷ്ണ മാഷ് ഇംഗ്ലീഷ് ക്ലാസ് തന്നെയായിരുന്നു. എന്താണ് അതിനകത്ത് താങ്കളെ കൂടുതൽ ആകർഷിച്ചത്? ഏത് ശൈലിയാണോ, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ, ആ കഴിവ് തന്നെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ള. പിന്നെ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം. പിന്നെ മലയാളം നമുക്ക് എടുത്തിരുന്നത് രവി മാഷ്, പിന്നെ ശശി മാഷ് ഉണ്ടായിരുന്നു, കുഞ്ഞം നായനാറുള്ള, പിന്നെ വത്സ മാഷ്. നല്ല അധ്യാപക നിര തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു. ഈ അവരൊക്കെ ആയിട്ടുള്ള ഒരു ആത്മബന്ധം എങ്ങനെയായിരുന്നു ആ സമയത്ത്? നല്ല ബന്ധം തന്നെയായിരുന്നു. നല്ല സൗഹൃദം ഉണ്ടായിരുന്നു, ബഹുമാനത്തോടെയുള്ള സൗഹൃദം. ബഹുമാനവും സ്നേഹവും എല്ലാം. അന്നത്തെ കൾച്ചറൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? കൾച്ചറൽ ആക്ടിവിറ്റീസ് തന്നെയാണ് പ്രാധാന്യം. സാധാരണ വേൽ കോളേജിൽ നിന്നും പിന്നെ വ്യത്യസ്തമാക്കുന്നത് ഇത് തന്നെയാണ്. കൾച്ചർ, സാംസ്കാരിക കേന്ദ്രം കൂടിയായിരുന്നു മഹാത്മാ. നിരന്തരം പരിപാടികൾ സംഘടിപ്പിക്കുക. ഏതൊക്കെ തരത്തിലുള്ള പരിപാടികളാണ്? നമ്മൾ കലോത്സവം നടത്തും, പിന്നെ ചില സിമ്പോസിയങ്ങളൊക്കെ നടത്തും. അപ്പോൾ രാധാകൃഷ്ണ മാഷ് പറയുന്ന ആളെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നു. ആരൊക്കെയാണ് അന്ന് വന്ന പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ? തന്നെ ONV സാർ ഉണ്ടായിരുന്നു. പിന്നെ പല എഴുത്തുകാരും അന്ന് വന്നതായിട്ട് ഓർക്കുന്നു.
പിന്നെ ഒരിക്കൽ സുരാസുവിനെ കൊണ്ടുവരാൻ സാറ് നിർദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല. MN വിജയ മാഷ വന്നേ. വിജയൻ മാഷെ, പ്രൊഫസർ MN വിജയൻ, സുരേഷ് മാഷെ നമുക്ക് കിട്ടിയില്ല. ടി.പി. സുകുമാരൻ. ടി.പി. സുകുമാരൻ മാഷെ. അങ്ങനെ പ്രഗത്ഭരുടെ ഇടക്കിടക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ മലയാളമായതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, ഈ സിമ്പോസിയങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓ ശരി. രാധാകൃഷ്ണൻ മാഷി, നമ്മൾ ഈ തലശ്ശേരി സ്റ്റേഷൻ അക്രമമൊക്കെ നടന്ന കാലഘട്ടമാണല്ലോ അത്. പുൽപ്പള്ളി സംഭവവും വർഗീസും ബാസുരേന്ദ്ര ബാബുവും അങ്ങനെ ഒരു ലിങ്കിലേക്കൊക്കെ എപ്പോഴെങ്കിലും പോയിട്ടുണ്ട്? അവരൊക്കെ ആയിട്ടുള്ളൊരു സൗഹൃദം. കവിയൂർ ബാലൻ, അങ്ങനെ കുറെ ബാലനൊക്കെ എൻ്റെ ഫ്രണ്ടായിരുന്നു. ഞാൻ തലശ്ശേരി എനിക്കൊന്ന് 77-ലോ പിന്നീടിൽ സമസ്യ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണമുണ്ട്. അത് തീവ്രവാദ, പക്ഷേ ഈ തീവ്രവാദ രാഷ്ട്രീയത്തിൽ ഞാൻ നേരിട്ട് ഇടപെട്ടിട്ടേ ഇല്ല. എന്തുകൊണ്ട്? എനിക്ക് എന്തുകൊണ്ട് ഒരു ഡെലിക്കസി ഉണ്ടായിരുന്നു. പക്ഷെ അതേ സമയത്ത് ഇപ്പം ഞാൻ ഒന്ന് 1970 മാതൃഭൂമിയിൽ ക്ഷോഭിക്കുന്ന യുവപ്രതിഭ എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം എഴുതിയിരുന്നു. അത് ഈ പറഞ്ഞ മാതിരി ഒരു വിപ്ലവ ചിന്തയാണ് അതിൽ വരുന്നത്. അത് പബ്ലിഷ് ചെയ്ത ഉടനെ ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരാൾ കോളേജിൽ വന്നിട്ട് പറഞ്ഞു, ഒന്ന് അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. ഈ ലേഖനമായിരുന്നു കാരണം. അപ്പം അവിടെ ചെന്നു. അപ്പോൾ ഞാനത് പോലീസ് സ്റ്റേഷനിൽ പോകാന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് ആയിട്ട് എടുത്തത്. ഒരു കുട്ടി കിട്ടിയ അംഗീകാരം വലിയ കുഴപ്പം പിടിച്ച പണിയല്ലേ പോലീസ് അന്നത്തെ കാലത്ത് ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാതെ മുട്ടിരിക്കുന്ന കാലം. പക്ഷെ താങ്കൾ ക്രെഡിറ്റ് ആയിട്ട് എടുത്തു. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേഷൻ? അവിടെ പോയി പോലീസ് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം വളരെ വിചിത്രമായിരുന്നു. വർഗീസ് ഇപ്പോഴും ഒളിവിലാണ്, രാധാകൃഷ്ണൻ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാള് എൻ്റെ ലേഖനം വായിച്ച കരുതിയത് ഞാൻ വർഗീസിനെ പോലെ നേരിട്ട് വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരാളായിട്ടാണ്. അപ്പൊ അന്വേഷിച്ച് നടക്കണ്ട, പെട്ടെന്ന് പിടിക്കാന്നുള്ള ഞാനിവിടെ തന്നെ കാണുന്നു. അത് ഞാൻ ആ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്. ഫിനിക്സ് പക്ഷിയെ പോലെ ദഹിച്ച് ചാരമായിട്ട് ചാരത്തിൽ നിന്ന് നമ്മൾ ഉയർത്തി എഴുന്നേക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങളാണ് സാഹിത്യ ലോകം, ആശയ ലോകം. അന്ന് ആശയങ്ങളുടെ ഒരു കളിത്തൊട്ടിലായിരുന്നു എൻ്റെ മനസ്സ്. അല്ലാതെ ഇപ്പം മഹാരാജാസിലുള്ളപ്പോഴും തന്നെ അവിടെ ഈ ഇതിൽ നക്സലൈറ്റ് സഹാക്കൾ വന്ന് ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കൊച്ചോട് പറയുന്നു, എന്നെ ചിലപ്പോൾ അവർ കൂട്ടിക്കൊണ്ടോ, ഞാൻ പറയുന്നു വേഗം തന്നെ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചേക്കണം എന്ന് പറയുക. കാരണം എനിക്ക് ഒരു സ്റ്റഡി ക്ലാസ് ഇഷ്ടമല്ല. വളരെ യാന്ത്രികമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന രീതിയും അതിനോട് എനിക്ക്. ക്രൈസ്റ്റ് ആരാണ് ശരിക്കും തുടങ്ങിയത്? ചുരൈ ചന്ദ്രമാഷാണ്. ഇപ്പൊ ചന്ദ്രമാഷ് ആ പിക്ചറിലില്ല, സൊസൈറ്റി ആയിരുന്നു. പിന്നെ ഫിനിക്സ് ചന്ദ്രമാഷ് സ്വന്തമായിട്ട് അതിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതാണെന്ന് വെച്ചാൽ മഹാത്മയിൽ വന്നിട്ട്, മഹാത്മയിൽ ആദ്യം ചുരൈ ചന്ദ്രമാഷ് ഉണ്ടായിരുന്നു. അത് സൊസൈറ്റി കോളേജ് ആക്കണം എന്ന് പറഞ്ഞത് ചുരൈ ചന്ദ്രമാഷ. അപ്പോൾ അത് പാർട്ട്നേഴ്സും മറ്റവരെല്ലാം രാധാകൃഷ്ണനാണെങ്കിൽ കൊടുക്കാം എന്നുള്ള ഒരു നിലപാട് അവരെടുത്തു. അതിനാണ് രാധാകൃഷ്ണൻ മാഷ അതിന്റെ ചാർജ്. ചുരൈ ചന്ദ്രമാഷ് ഇത് സൊസൈറ്റി ആക്കണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആവേശത്തിൽ കുറച്ച് രാധാകൃഷ്ണൻ മാഷായിട്ട് ഫൈറ്റ് ചെയ്ത്. ആ സമയത്ത് രാധാകൃഷ്ണൻ മാഷ ആകെ ബേജാറായിട്ട് ഒരിക്കലും പറയുന്നുണ്ട്, ഐ ആം നോട്ട് എ ജീസസ് ക്രൈസ്റ്റ്. എന്ന് വെച്ചാല് ഞാൻ കുരിശ് ചുമക്കാൻ തയ്യാറല്ല, കുരിശിലേറ്റാൻ വന്നാൽ ഞാൻ നിന്നു തരൂല എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. ഐ ആം നോട്ട് എ ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ അതേതായാലും ചുരൈ ചന്ദ്രമാഷ മനസ്സിലങ്ങ് കൊണ്ട് പിന്നീട് ഉള്ള കോളേജിന് പേര് ക്രൈസ്റ്റ് എന്നിട്ടതും അതിൽ നിന്നാണ്. ക്രൈസ്റ്റ് എന്ന പേര് എങ്ങനെ ഉണ്ടായതാണ്? അങ്ങനെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് അതൊരു മാഷ് പറയുന്ന ഇംഗ്ലീഷ് വേർഡ്സിന് ചിലപ്പോ ഭയങ്കര ശക്തി. അങ്ങനെ പറഞ്ഞു, ഐ ആം നോട്ട് എ ജീസസ് ക്രൈസ്റ്റ്. അത് പിന്നെ ഒരു വലിയ അക്കാലഘട്ടത്തിൽ ക്രൈസ്റ്റ് എന്ന സമാന്തര കലാലയം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ആ വാക്ക് വീഴുന്ന മഹാത്മാവ്. അതാണ് അതിന്റെ വൈരുദ്ധ്യം. രാധാകൃഷ്ണൻ മാഷ വായിന്ന് വന്ന ഒരു വാക്ക് അതെടുത്തിട്ട് ക്രൈസ്റ്റ് എന്നുള്ള പേരും ആയിട്ട് അതൊരു സ്ഥാപനമായിട്ട് പിന്നെ ഇതിന്റെ മറ്റൊരു വൈരുദ്ധ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ സൊസൈറ്റി കോളേജ് ആക്കണം എന്ന് പറഞ്ഞ് ചുരൈ ചന്ദ്രമാഷ് അവസാനം അവിടെ നിന്ന് പുറത്തു പോകേണ്ടി ക്രൈസ്റ്റ് ചെയ്ത് പുറത്തുപോയി. എന്തായിരുന്നു ഒന്ന് പോകാനുള്ള കാരണം? ഈ എം വി രാഘവൻ ഇഷ്യൂ തന്നെയാണല്ലോ. CMT-ലേക്ക് പോയതാണല്ലോ. അത് കഴിഞ്ഞ് ഫിനിക്സ് തുടങ്ങി. ഫിനിക്സ് ആക്രമിക്കപ്പെട്ടില്ലേ അതിന്റെ ഇടക്ക്? ഇല്ലേ? ലൈബ്രറി കത്തിച്ചു. അങ്ങനെ വലിയൊരു പശ്ചാത്തലമുണ്ട്. MB കോളേജ് ആരെയായിരുന്നു ആ സമയത്ത്? MB കോളേജ് അത് പിന്നെ സൗമ്യമായ രീതിയിൽ ആരായിരുന്നു അതിന്റെ? പാലക്കാട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എങ്ങനെ ഈ മൂസദ് മാഷ് തലശ്ശേരി എത്തിപ്പെട്ടു? അവർക്ക് കാലിക്കറ്റിലുണ്ടായിരുന്നു MB കോളേജ്. അവരങ്ങനെ ആളുടെ കാര്യത്തിൽ ഇടപെടില്ല. മാത്സ് ആയിരുന്നു അവിടെ മെയിൻ. പിന്നെ ഷൺമുഖം കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. അവര് ഈ മൂസാദിന്റെ കോഴിക്കോടുള്ള കോളേജിൽ MT വാസുദേവൻ എന്ന ക്ലാസ് എടുത്തിരുന്നു. MT വാസുദേവൻ കോഴിക്കോട് പാലക്കാട്ടൊന്നും അറിയില്ല. MT ഉണ്ടായിരുന്നു.
അവിടെ വെച്ചിട്ടാണ് MT പ്രമീളനെ പരിചയപ്പെട്ടത്. ടീച്ചറായിരുന്നു. ഓ, അപ്പൊ അങ്ങനെ വലിയ ചരിത്ര പശ്ചാത്തലമുണ്ട് സമാന്തര കലാലയങ്ങൾക്ക് അല്ലേ? ഇപ്പൊ MP പോളിന്റെ തന്നെ അല്ലേ? MP പോളിൻ കേരളത്തിലെ സി എ തോമസ് അവിടെ അധ്യാപകനായിരുന്നു. അതെ അതെ അതെ. അങ്ങനെയാണ് പോളിന്റെ മകളുമായിട്ട് ലവ് ആവുന്നത്. അങ്ങനെ എല്ലാം കണക്റ്റഡ് ആണ്. എൻ്റെ ഒരു ചോദ്യം, ഈ ഇത്രയും കാലം, 4 നൂറ്റാണ്ട് കാലം സമാന്തര വിദ്യാലയം നടത്തി വലിയ സാമ്പത്തിക മുന്നേറ്റം നടത്താൻ പറ്റുന്ന സാഹചര്യത്തിലൂടെ കടന്നുപോയി. നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തികം, ആത്മീയം, ഇനി ഭൗതികം, എല്ലാ തരത്തിലുള്ള നഷ്ടങ്ങൾ. നഷ്ടം എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി തന്നെ എനിക്ക് തോന്നുന്നത് 60% ഏതാണ്ട് 60% സമ്പത്തും സമാന്തര കലാലയം നടത്തി നഷ്ടപ്പെടുന്നു. അത് താങ്കളുടെ ഒരു പിടിപ്പുകേടാണ് എന്ന് പറഞ്ഞാൽ അത് മാത്രം എനിക്ക് മാറ്റമൊന്നും വേണ്ടായിരുന്നു. അത് മാത്രമാണ് എൻ്റെ ഫാമിലി വളരെ സെക്യൂർ. എത്ര ഇന്നത്തെ ആസ്തി വെച്ചിട്ട് അത് എത്ര അതൊന്നും കണക്കൂട്ടുന്നില്ല. എത്ര സ്ഥലം നഷ്ടപ്പെട്ടു? അല്ല, ഒരു 10-30 സെന്റ് സ്ഥലം, കണ്ണായ സ്ഥലമായിരുന്നു. 30-40 വരും എല്ലാം കൂടി. അത് നടത്തിയിട്ട് അത് പോയി കിട്ടി അല്ലേ? നേട്ടങ്ങൾ എന്താണ് ഈ 4 നൂറ്റാണ്ട്? നേട്ടങ്ങൾ, ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ജനങ്ങളെ ലോകത്ത് സംബോധന ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് തന്നെ തോന്നിപ്പിച്ചത്. കാരണം എനിക്ക് രവിയനെ സൂചിപ്പിച്ച മാതിരി 72-73 ഒന്നാമത് അധിക വായന ഇതൊക്കെ കൊണ്ട് എനിക്ക് ഒരു കോൺഫിഡൻസിൻ്റെ കുറവ് എന്നുള്ള രീതിയിൽ ഒരു തരത്തിലുള്ള, ഞാനത് അധികാരമായിട്ട് പങ്കുവെക്കാറില്ല, ഒരു നെർവസ്നെസ് ഫീൽ ചെയ്തിരുന്നു. ഈ നെർവസ്നെസ് പോയത് ക്ലാസ് മുറിയിൽ വെച്ചിട്ടാണ്. കുട്ടികളുമായിട്ടുള്ള സംവാദത്തിലൂടെ സ്വാഭാവികമായിട്ടും അത് അപ്രത്യക്ഷമായി. അപ്പോൾ നമ്മുടെ സമയം തീരുകയാണ്. ഞാൻ ഈ നെറേഗയുടെ എപ്പിസോഡിന് വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ചോദിക്കാനുള്ള കുറേ ചോദ്യങ്ങൾ ബാക്കിയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമുക്കൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ രാധാകൃഷ്ണ മാഷ് ചെലവഴിച്ചതുപോലെ സമയം ചെലവഴിക്കാൻ നമുക്കില്ല. പണം ചെലവഴിച്ചതുപോലെ കയ്യിൽ കിട്ടിയ പണം ചോദിക്കുന്നവർക്കെല്ലാം വാരിക്കോരി കൊടുത്ത് പോയതുപോലെ കയ്യിൽ അത്രയധികം സമയം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ പരിധി കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് ആലോചിക്കണം പ്രേക്ഷകരെ, നിങ്ങൾ ഒരു സുവർണ കാലം ആരുടെ? സമാന്തര കലാലയങ്ങളുടെ. ആ സമാന്തര കലാലയങ്ങൾ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ കൊടുത്ത സംഭാവനകൾ ചെറുതല്ല. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കേരളത്തിൻ്റെ സാംസ്കാരിക തലങ്ങളിൽ, വിദ്യാഭ്യാസ തലങ്ങളിൽ, സാമ്പത്തിക തലങ്ങളിൽ, കാരണം നിങ്ങൾ ആലോചിക്കണം, സർക്കാർ കോളേജിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം പറ്റിയ അധ്യാപകരുണ്ടായിരുന്നു എന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ സാമ്പത്തിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, ഭൗതികമായ രംഗത്തെല്ലാം വലിയ സംഭാവനകൾ നൽകിയ പ്രസ്ഥാനങ്ങളായിരുന്നു സമാന്തര കലാലയങ്ങൾ. അതിലൂടെ കടന്നുപോയ മനുഷ്യർ, അതിലൂടെ മുട്ടിട്ട പ്രണയങ്ങൾ, ജീവിതം, വായന, എഴുത്തുകാർ, മാധ്യമപ്രവർത്തകർ, സാമ്പത്തിക വിദഗ്ധർ, സമസ്ത മേഖലകളിലേക്കും നല്ല വ്യക്തിത്വങ്ങളെ സമ്മാനിച്ച സമാന്തര കലാലയങ്ങളിലുള്ള സഞ്ചാരമാണ് ഈ എപ്പിസോഡിൽ ഉണ്ടായത്. ഒന്ന് തിരിഞ്ഞു നോക്കാൻ, ഒന്ന് തിരിഞ്ഞു നടക്കാൻ നമുക്ക് സാധിക്കണം ഈ നേർരേഖയിലൂടെ. അത്രമാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നേർരേഖയിൽ പങ്കെടുത്ത 3 പേർക്കും നേർരേഖയുടെ നന്ദി, പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.